പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. രാമായണ തത്വവിചാരത്തിൽ നാം സീതാപരിത്യാഗത്തെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സീതാദേവിയെ രാമൻ കാട്ടിലുപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ കാട്ടിൽ ഏതെങ്കിലും ഒരു ഘോര മൃഗങ്ങൾക്ക് നടുവിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചതല്ല, മറിച്ച് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലാണ് കൊണ്ടുചെന്നാക്കുന്നത്. 14 വർഷക്കാലം കാട്ടിൽ ജീവിക്കുവാൻ പോയ സീതാദേവി 13 വർഷവും ജീവിച്ചത് കാട്ടിലായിരുന്നു, 1 വർഷം ലങ്കയിലും. 13 വർഷം, അതും യൗവനത്തിൽ ഒരാൾ ഏതൊരു സാഹചര്യത്തിലാണോ ജീവിക്കുന്നത് ആ സാഹചര്യവുമായിട്ട് മാനസികമായിട്ട് പൊരുത്തപ്പെടും. രണ്ടാമത്തേത്, ഒരു താപസ കന്യകയുടെ മാനസിക ഭാവത്തോടു കൂടി തന്നെയാണ് സീതാദേവി കാട്ടിൽ വസിച്ചത്. കാടിൻ്റെ മനോഹാരിത എത്ര കണ്ടാലും നമുക്ക് മതിവരാത്തതുമാണ്. അതുപോലെ കാട്ടിൻ്റെ നിഷ്കളങ്കത. ഇതുകൊണ്ട് തന്നെ സീതാദേവിയുടെ മനസ്സ് കാടുമായിട്ട് വളരെ പൊരുത്തപ്പെട്ടു പോയിരുന്നു. കാരണം 13 വർഷമാണ് കാട്ടിൽ ജീവിച്ചത്. ആയതുകൊണ്ട് തന്നെ രാമൻ കാട്ടിൽ സീതയുമായിട്ട് അവർ സല്ലപിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവർ വളരെ ആഹ്ലാദത്തോടുകൂടി ജീവിച്ചു, വിധിയെ പഴിച്ചില്ല. തുടക്കത്തിൽ സീതാദേവിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അതൊരു ശീലമാകുന്നു. അങ്ങനെയാണ് നമ്മുടെയും ജീവിത സാഹചര്യങ്ങൾ. അങ്ങനെയാണ്. ഇപ്പം ഗൾഫിലേക്കൊക്കെ പോകുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. പോയിട്ട് ആദ്യത്തെ 1-2 മാസം അതുമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, അതുമായിട്ട് പൊരുത്തപ്പെടാൻ. പിന്നെ 50 വർഷം തുടർച്ചയായി അവർ ഗൾഫിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വലിയൊരു കാലയളവിൽ അവർ ഗൾഫിൽ തന്നെ ചിലവഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമായിട്ട് പൊരുത്തപ്പെടലാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. ഈ പൊരുത്തപ്പെടൽ തന്നെയാണ്. സീതാദേവിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കാടിനോടുള്ള താല്പര്യം അതിതീവ്രമായിരുന്നു. അതുകൊണ്ടാണോ കാട്ടിൽ ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ അതൊരു വളഞ്ഞ ന്യായീകരണമാണ്. ആ ന്യായീകരണം പറയാൻ വേണ്ടിയിട്ടല്ല. വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലാണ് സീതാദേവിയെ കൊണ്ടുചെന്നാക്കിയത് ലക്ഷ്മണൻ. കാട്ടിലുപേക്ഷിച്ചു എന്ന വാക്ക് ഒരു കാരണവശാലും നമ്മൾ പ്രയോഗിക്കാൻ പാടില്ല. വിമർശകന്മാർ വല്ലതും പറയട്ടെ. നിറഗർഭിണിയെ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കുവാൻ കഴിയുന്ന സീതാദേവിയുടെ മാനസിക ഭാവത്തിനനുസരിച്ചുള്ള വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ടുചെന്നാക്കുകയും അവിടെ ആശ്രമത്തിൻ്റെ അന്തരീക്ഷവുമായിട്ട് പൊരുത്തപ്പെടുകയും അവിടെ വെച്ച് സുഖപ്രസവം നടക്കുകയും ലവകുശന്മാർക്ക് ജന്മം നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രാമൻ കാട്ടിൽ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ ആളുകളുടെ മനസ്സിൽ, രാമനെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ പോലും ഒരു വിങ്ങലാണ്. നിറഗർഭിണി സ്ത്രീ എന്ന് പറയുമ്പോൾ അവളുടെ ഉദാത്തമായ ഒരു ഭാവമാണ് അമ്മയാവുക. അപ്പം അമ്മയാവാനുള്ള തയ്യാറെടുപ്പാണ് ഗർഭം. അങ്ങനെ 1 മുതൽ അങ്ങനെ വളർന്ന് വികസിച്ച് 10 മാസം കൊണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ അമ്മ സഹിക്കുന്ന കഷ്ടപ്പാടുകൾ എല്ലാ വാക്കുകൾക്കും അതീതമാണ്. ആ ഒരു കുഞ്ഞുങ്ങൾ ഏറെക്കുറെ പൂർണ്ണ വളർച്ചയെത്തിയ 8-ാം മാസം എന്നൊക്കെ പറയുന്ന ആ ഒരു കാലയളവിലാണ് സീതാദേവിയെ പരിത്യജിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ തീവ്രത വളരെ കൂടും. ഇവിടെ നമ്മെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സീതയെക്കുറിച്ചൊരു ആരോപണം ഉണ്ടായിട്ട് സീതാദേവിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജധർമ്മത്തെ രാമൻ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് സീതാദേവിക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ആളുകൾ എന്തായിരിക്കും പറയുക? തൻ്റെ ഭാര്യയെക്കുറിച്ചൊരു ആരോപണം ഉണ്ടായപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി രാഷ്ട്രധർമ്മത്തെ ഉപേക്ഷിച്ചവൻ രാമൻ, ഇക്ഷ്വാകു വംശത്തിന് കളങ്കമേൽപ്പിച്ചവൻ രാമൻ എന്നൊക്കെ പറഞ്ഞു കളയും. രാമൻ എന്ന ഭർത്താവിനേക്കാൾ വലുതാണ് രാമൻ എന്ന രാജാവ്. ഈ 2021 മുഖ്യമന്ത്രിയാവട്ടെ പ്രധാനമന്ത്രിയാവട്ടെ അവരെല്ലാവർക്കും ഏറ്റവും പ്രധാനം ഭരണാധികാരി എന്നുള്ളതാണ്. കുടുംബത്തിനൊക്കെ 2-ാം സ്ഥാനമാണ്, അല്ലെങ്കിൽ 2-3 സ്ഥാനങ്ങളാണ്. കുടുംബം എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രസക്തമാണ്. എന്നാൽ ഒരു രാജാവിൻ്റെ ജീവിതത്തിൽ രാജധർമ്മമാണ് പ്രസക്തമായി കിടക്കുന്നത്. രാജധർമ്മം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ സംരക്ഷണമാണ്. ഇപ്പോൾ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ആരോപണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാകുന്നത് ഒരു രാഷ്ട്രത്തെ ബാധിക്കുന്നില്ല. മറിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ചോ രാഷ്ട്രപതിയെക്കുറിച്ചോ അവർക്കുണ്ടാകുന്ന വീഴ്ചകൾ രാഷ്ട്രത്തിൻ്റെ വീഴ്ചയായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അവരുടെ വിജയങ്ങൾ രാഷ്ട്രത്തിൻ്റെ വിജയമായിട്ട്
ആണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തു. അതിന് നേതൃത്വം നൽകിയത് അന്ന് ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ദിരാഗാന്ധിയാണോ യുദ്ധത്തിന് പങ്കെടുത്തത്? അല്ല. ഒരു പ്രധാനമന്ത്രിമാരും യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാറില്ല. പക്ഷേ ദുർഗ എന്ന് പോലും അടൽ ബിഹാരി വാജ്പേയി ഇന്ദിരാജിയെ വിശേഷിപ്പിക്കുവാനുള്ള കാരണം അതിശക്തമായ നിലപാടുകളായിരുന്നു. അവിടെ ആ ഒരു പ്രധാനമന്ത്രിയുടെ തീരുമാനം രാഷ്ട്രത്തിന്റെ തീരുമാനമായി മാറുന്നു. ഭരണാധികാരിയുടെ തീരുമാനം രാഷ്ട്രത്തിന്റെ തീരുമാനമാകുന്നു. എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇതേ ഇന്ദിരാജിക്കെതിരെ വലിയ സമരങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥ പിന്നീട് പിൻവലിക്കേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഭരണാധികാരിയുടെ പോസിറ്റീവും നെഗറ്റീവുമായ തീരുമാനങ്ങളെല്ലാം രാഷ്ട്രത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്നതാണ്. എന്നാൽ കോടിക്കണക്കിന് വരുന്ന രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ ഏതെങ്കിലും 1-2 വ്യക്തികൾ ആണ് ചെയ്യുന്നത് എങ്കിൽ അത് വ്യക്തിയുടെ പ്രശ്നങ്ങളാണ്. രാജാവിനെ കുറിച്ചുള്ള ആരോപണവും രാജകുടുംബത്തിനെ കുറിച്ചുള്ള ആരോപണവും രാജാവുമായി ബന്ധപ്പെട്ട സകലതും രാഷ്ട്രത്തെ മൊത്തം ബാധിക്കുന്നതാണ്. ആയതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ അനുജന്മാരോട് രാജപദവി ഏറ്റെടുക്കാൻ അഭ്യർത്ഥിക്കുകയും അവരത് തയ്യാറാവുകയും ചെയ്തില്ല. അതിൻ്റെ കാരണം എന്താണ്? ആ കാരണം നമുക്ക് നാളെ വിശദമായിട്ട് പരിശോധിക്കാം. എന്തുകൊണ്ട് ഭരതനോ ലക്ഷ്മണനോ ശത്രുഘ്നനോ രാജപദവി ഏറ്റെടുത്തിട്ട് സീതാ പരിത്യാഗത്തെ ഒഴിവാക്കിയില്ല? ഈ വിഷയം നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.